ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നേതാവ്, അദ്ദേഹം വീണ്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുപോവുകയില്ല. ഈ മണ്ഡലത്തിൽ തന്നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ട നമ്മുടെ MLA-യും മന്ത്രിയുമായിട്ടുള്ള ഗണേശേട്ടനും രംഗത്തുണ്ട്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഒരുപാട് പേര് പത്തനാപുരത്ത് ഈ MLA ആയിട്ട് മത്സരിക്കാനും MP ആകാനും ഒക്കെ യോഗ്യതയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ പത്തനാപുരത്ത് ജനിച്ചു വളർന്നവരുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരിൽ ആരെയെങ്കിലുമൊക്കെ പരിഗണിക്കാനുള്ളൊരു മനസാന്നിധ്യവും ഉണ്ടാകണം. പത്തനാപുരത്തുകാർക്ക് പത്തനാപുരത്തിൻ്റെ വിഷയങ്ങൾ, ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഈ മണ്ണിൻ്റെ മണമറിയുന്ന, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ അറിയുന്ന ആളുകളെ നമ്മൾ അത്തരം പദവികളിലേക്ക് എത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വലിയൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ MLA ആകണം, MP ആകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ട്. കേരള കോൺഗ്രസ് എം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് Bക്ക് ഒരുപക്ഷെ ഈ സീറ്റ് മാറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി കക്കാട് അദ്ദേഹം ഇവിടെ മത്സരിക്കാനൊരു സാഹചര്യം ഒരുങ്ങുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നമ്മുടെ ഈ നിയോജക മണ്ഡലം താൽക്കാലികമായി ഒന്ന് വെച്ച് മാറി പിന്നീട് തുടർന്ന് അദ്ദേഹം തന്നെ കേരള കോൺഗ്രസ് B തന്നെ തുടർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമായിരുന്ന ഈ പത്തനാപുരം കേരള കോൺഗ്രസ് എന്നുള്ള ആ ഒരു ചാൻസ് ദീർഘകാലം പത്തനാപുരത്തെ നയിച്ച പത്തനാപുരത്തിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാലാ കഴിഞ്ഞതിനടുത്ത് രണ്ടാമത്തെ ഈറ്റില്ലമായിരുന്ന പത്തനാപുരം നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും മാറിപ്പോയൊരു സാഹചര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യം വന്നില്ലായിരുന്നു ശ്രീ ബെന്നി കക്കാട് പത്തനാപുരത്തോ തൊട്ടടുത്ത പൊന്നൂരോ എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിക്കുമായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം ഒരു വലിയ വിഷയമായി മാറിയിട്ടുണ്ട് എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ UDF മുന്നണിയോടൊപ്പമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിന് വീണ്ടും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ LDF നിന്നുകൊണ്ട് അത്ര കണ്ട് ഈ പറയപ്പെടുന്ന ലെവലിലുള്ള സീറ്റുകൾ പിടിക്കുവാനോ ഈ പറയപ്പെടുന്ന ലെവലിൽ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ ഒരു മുന്നണിക്ക് സാധിക്കില്ല. അതിനകത്ത് ഒരു വേറെ രീതിയാണ്, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ നാട്ടിൽ അർഹരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ സാജുഖാൻ്റെ പേരും ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ജാതി വ്യവസ്ഥിതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നായർക്ക് മാത്രമേ ഇവിടെ മത്സരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മാവേലിക്കര നിയോജകമണ്ഡലം കാലാകാലവും സംവരണ സീറ്റായിട്ട് പാർലമെൻറ്റ് മണ്ഡലമായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു മാറ്റമേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. കാലാകാലവും അങ്ങനെ മതിയോ? എത്രയോ ആളുകൾ MP ആകാൻ യോഗ്യതയുള്ള ആളുകൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിലുണ്ട്, മാവേലിക്കര നിയോജകമണ്ഡലത്തിലുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിഗണിക്കണ്ടേ? അപ്പോൾ സ്ഥിരമായിട്ട് കാലാകാലങ്ങൾ അരനൂറ്റാണ്ട് കാലം അല്ല ജീവിതകാലം മുഴുവൻ ഒരു നേതാവിന് വേണ്ടി ഓരോ മണ്ഡലങ്ങൾ തീരെഴുതി കൊടുക്കുന്ന രീതി ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാറ്റം വേണം. അർഹരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുവാനും പുതിയ ആൾക്കാരെ കൊണ്ടുവരുവാനും അവസരങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിപെട്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ മറ്റുള്ളവർ മുന്നോട്ട് വരികയും സ്ഥിരമായിട്ടുള്ള ഈ മത്സരത്തിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു മണ്ഡലം പിടിച്ചുകൊണ്ട് മാറിക്കൊടുത്തുകൊണ്ടെങ്കിലും പുതിയൊരാൾ കൂടി ഒരു അവസരം കൊടുക്കാനുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇത്തരത്തിലുള്ള സ്ഥിരം മണ്ഡലത്തിൽ വിജയിച്ചു വരുന്ന MP-മാർക്കും MLA-മാർക്കൊക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു അഭിപ്രായം കൂടി ഞാനിവിടെ ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ്. എന്തെന്നാലും പത്തനാപുരത്തിൻ്റെ വികസന കാര്യങ്ങൾ, പത്തനാപുരത്തിൻ്റെ പ്രശ്നങ്ങൾ പത്തനാപുരത്തുകാർക്ക് അറിയുന്നതിൻ്റെ കൂട്ട് പത്തനാപുരത്ത്